ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ തരക്കേടില്ലാണ്ട് പോകുന്നു കേട്ടോ. ഇത് നമ്മുടെ അങ്കിളോപ്പയുടെ ആൻറ്റിയമ്മയുടെയൊക്കെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആണ്. സംഭവം നടന്നിട്ട് 2 മാസം കഴിഞ്ഞ്. എൻ്റെ ഒരു മടി എന്ന് പറയുന്ന ഒരു അസുഖം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് ഇശ്ശി ഒന്ന് വൈകിപ്പോയി, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ അതേ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് വെഞ്ചിരിക്കുന്ന ചടങ്ങുകളാണ് ഈ നടക്കുന്നത്. ആ സംഭവങ്ങളൊക്കെ അവിടെ നടക്കട്ടെ. അച്ഛൻ്റെ പ്രാർത്ഥനകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, നല്ല സന്ദേശമൊക്കെയാണ് തന്നത്. ഈ അച്ഛനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി അച്ഛനാണ്. അച്ഛൻ്റെ കുർബാനയും കരുണയുടെ മാസത്തിലുള്ള ജപമാലയും ഇപ്പം നടക്കുന്ന തിരുരക്ത ജപമാല, കരുണയുടെ അല്ല കേട്ടോ, ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അങ്ങ് ലയിച്ചിരുന്ന് പോകും ആ കുർബാനയിലും പ്രാർത്ഥനയിലൊക്കെ. ഓക്കെ, ബാക്ക് ടു ആക്ഷൻ. ഇത് തലേദിവസത്തെ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. ഈ ഓണത്തിൻ്റെ തലേദിവസത്തെ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്ന പോലെ പെരവാസ്തോലിയുടെ തലേദിവസം ഞങ്ങൾ നടത്തിയ ഒരു പെരവാസ്തോലി പാച്ചിലിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. പെട്ടെന്ന് നിൽപ്പിൽ പോയിട്ട് ഡ്രസ്സും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടി വന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ആ സമയത്ത് ഒട്ടും ബോധമായിട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ ആരെയും കെയർ ചെയ്യുന്നില്ല. എൻ്റെ കോസ്റ്റ്യൂം ഇതാണ്, എൻ്റെ ഹെയർ സ്റ്റൈൽ ഇതാണ്, ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല എന്നൊന്നും നമ്മൾ ആ സമയത്ത് കോൺഷ്യസ് അല്ല. ബിക്കോസ് നമ്മുടെ കയ്യിൽ ടൈമില്ല. നമുക്ക് ലിമിറ്റഡ് ടൈമിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യണം. ഒരു സ്ഥലത്ത് പോലും അധികം ഡിലേ ചെയ്യാൻ പറ്റില്ല. ചെന്നിട്ട് വീട്ടിലടുത്ത ഒരു ലോഡ് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാണ്ട് അങ്ങനെ ലോട്ട് ഓഫ് തിങ്സ് ഇങ്ങനെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന ഡ്രസ്സാണോ ഇട്ടുകൊണ്ട് പോയെന്ന് പോലും ചിന്തിക്കാൻ അന്നേരം ഓർമ്മയുണ്ടാകുന്നില്ല. ഇപ്പം ഓർക്കുമ്പോൾ നമ്മൾ ചേർത്തലയിലൊക്കെ പോകുമ്പോൾ ഈ ഡ്രസ്സ് ഇടണോ ആ ഡ്രസ്സ് ഇടണോ, അല്ലെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പോയാൽ അവരെന്ത് വിചാരിക്കും, ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയാൽ അവരെന്ത് വിചാരിക്കും എന്നൊരു 100 ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ മൈൻഡിൽ. ബട്ട് ആ സെക്കൻഡിൽ അതൊന്നും ചിന്തിക്കാനായിട്ട് നമുക്ക് സമയമില്ല. ആക്ച്വലി ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, അതായത് നമ്മളെന്തോ ഭയങ്കര സംഭവമാണ്, വരുന്നവരും പോകുന്നവരും ഒക്കെ നമ്മളെയാണ് നോക്കുന്നത്, നമ്മുടെ ഡ്രസ്സിനെയാണ് നോക്കുന്നത്, നമ്മുടെ ലിപ്സ്റ്റിക്കിനെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആകുമ്പോഴാണ് നമ്മൾ ടെൻസ്ഡ് ആകുന്നത്. അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഈ ലോകത്ത് എല്ലാവർക്കും അവരവരുടെ ജോലിയും കൂലിയും അവരവരുടെ പ്രശ്നങ്ങളും ഉണ്ട്. അവരുടെ മൈൻഡിൽ ആ സെക്കൻഡിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഓടിക്കൊണ്ട് പോകുന്നതെന്ന് സത്യം പറഞ്ഞാൽ ദൈവത്തിന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മളെ നോക്കുന്നവരുടെ ഉള്ളിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. വീട്ടിൽ ചെന്നിട്ട് ഇന്ന് എന്ത് കറി വയ്ക്കും, അല്ലെങ്കിൽ ആ കറി വെച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കില്ലല്ലോ, ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ എന്തായിരിക്കും, ആ ലോൺ അടച്ചോ ഈ ലോൺ അടച്ചോ, കുട്ടികൾക്കാണെങ്കിൽ എക്സാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കും. സോ ദ തിങ് ഈസ്, നമ്മൾ നൈസായിട്ടൊക്കെ പോയാൽ മതി. നീ ഒരുപാട് കോൺഷ്യസ് ആകേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാൻ വിഷയത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പോകുന്നു. അങ്ങനെ ഹൗസ് വാങ്ങിൻ്റെ ദിവസം ഞാൻ വിളിച്ചും കൂടെ പോകുന്നു. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്നൊന്ന് അടുത്ത കടയിൽ പോയതാണ്. നമ്മൾ എത്ര വാങ്ങിച്ചാലും ചില ഐറ്റങ്ങളൊക്കെ ഓഫ് കോഴ്സ് നമ്മൾ മിസ്സായി പോകും. അങ്ങനെ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ മിസ്സായതിൻ്റെ പേരിൽ തൊട്ടടുത്തുള്ള മോഡേൺ സൂപ്പർ മാർക്കറ്റിൽ പോയി സൂപ്പർ മാർക്കറ്റാണോ ഹൈപ്പർ മാർക്കറ്റാണോ വാട്ട് എവർ ഇറ്റ് ഈസ്, അവിടെ പോയി വാങ്ങാൻ പോയതാണ്. അങ്ങനെ പാല് കാച്ചലൊക്കെ കഴിഞ്ഞു, അരിയിടലൊക്കെ കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. ഓക്കെ, നമുക്ക് പേഴ്സണലി എപ്പോഴും ഈ അമ്മ വീട്ടുകാരോടൊരു അറ്റാച്ച്മെൻറ്റ്സ് കൂടുതലായിരിക്കും. മോസ്റ്റ്ലി ഞാൻ എല്ലാ കേസിലും അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് കേട്ടോ. ഫ്യൂ റയർ കേസിൽ മാത്രമായിരിക്കും അപ്പം വീട്ടുകാരോട് ഒരു അറ്റാച്ച്മെൻറ്റ്. ഇവിടെ ഞാൻ ചരിത്രമൊന്നും മാറ്റിക്കുറിക്കുന്നില്ല. ഓഫ് കോഴ്സ് മൈ ഫേവറേറ്റ് പീപ്പിൾ എന്ന് പറയാനാണെങ്കിൽ എൻ്റെ അമ്മ വീട്ടുകാർ തന്നെയാണ്. ബിക്കോസ് I had a lot of good memories with them and I had a lot of bad memories with my ചാച്ചാസ് ഫാമിലി. ദാറ്റ്സ് ദ മെയിൻ റീസൺ. ഓക്കെ, നമ്മൾ ഈ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുതിയ വീടല്ല കേട്ടോ, ഈ പഴയ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിൾ എപ്പോഴും കളിയാക്കി പറയും. എൻ്റെ 3.5 വയസ്സിൽ ഇവരുടെ കല്യാണം നടക്കുമ്പോൾ മുതൽ ഞാൻ കൂടെ കൂടിയതാണ്. ഹണിമൂണ് പോലും പ്രോപ്പറായിട്ട് ഇവർക്ക് ആഘോഷിക്കാൻ പറ്റില്ല ബിക്കോസ് ഓഫ് മീ എന്ന് എപ്പോഴും എന്നെ പറയും. അന്ന് തൊട്ട് കൂടി ഒഴിവാവാതെയാണ്. ഇറ്റ്സ് ട്രൂ ആക്ച്വലി. എന്താ പറയുക, അവിടെ ഒരു നല്ല ഫുഡ് വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഞണ്ടോ കരിമീനോ അങ്ങനെ എന്തെങ്കിലും ഫേവറേറ്റായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഫോൺ എടുത്ത് വിളിക്കും. ഇങ്ങോട്ട് പോര്, ഇവിടെ ഇന്നതാ, അത്രേ പറയുള്ളൂ. വരണ്ടയോ എന്നൊന്നും തീരുമാനിക്കാനുള്ള ഒരു റൈറ്റ്സ് ഇല്ല. നമ്മളിവിടെ ചെന്നിരിക്കണം, കഴിച്ചിരിക്കണം, ആഘോഷങ്ങളിൽ പങ്കെടുത്തിരിക്കണം. എന്താ പറയുക, അവരുടെ മക്കളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മളെയും ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതുവരെ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിലാണ് പോയി നിൽക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് പോയി നിൽക്കുന്നത്, എൻ്റെ ചിറ്റപ്പൻ ഭയങ്കര റൂഡാണ്, അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ദേ മേക്ക് മീ വെരി കംഫി. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ വീട്ടിലൊരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ബോറടിച്ച് തോന്നുമ്പോൾ ഒട്ടന്നെ ഫോൺ എടുക്കുക, നിങ്ങളിവിടെ ഇല്ലേ, ഞാൻ അങ്ങോട്ട് വരിക എന്ന് പറയും. അവിടെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് ഒരു റോബോട്ടായിട്ട് ആക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഐ ക്യാൻ ബി മൈ സെൽഫ്. എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ ഓവർ ഫ്രീഡം അവിടെ
തന്നെങ്കിലേ ഉള്ളൂ. ഓക്കെ, അതിൽ മുമ്പ് ഞാൻ കഥയിൽ നിന്നൊക്കെ വീണ്ടും വ്യതിചലിച്ചു പോയി. ആ പിങ്ക് ആൻഡ് പിങ്ക് ഇട്ടിരിക്കുന്നത് എൻ്റെ ഗോഡ് പാരൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ കളിയാക്കിയതാണ്. വയസ്സായപ്പോഴത്തേക്കും മാച്ചിങ് കപ്പിളായിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ ഷുഗറൊക്കെ ഉള്ള സമയങ്ങൾ ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. ആരോൺ, അങ്ങനെ ഞങ്ങളുടെ ക്ലോസ്ഡ് കസിൻസ് അഗെയിൻ, അമ്മയുടെ സൈഡിലുള്ള കസിൻസ്. ഓക്കെ, ആഘോഷങ്ങളൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നു. ടിറ്റിയുടെ ഫ്യൂ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കുഞ്ഞുവാവ ആൾ അടിപൊളിയാണ് കേട്ടോ. ആളെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. ടോമിയങ്കലിൻ്റെ കസിൻ്റെ മോളാണ് സംതിങ്, എനിക്ക് കറക്റ്റ് റിലേഷൻ അറിയില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് ഗിഫ്റ്റൊക്കെ ഒന്ന് ക്യൂരിയോസിറ്റി കൊണ്ട് പൊട്ടിച്ച് നോക്കി. ഇതേ ടിറ്റിയുടെ വേറൊരു ഫ്രണ്ട് റാണി വന്നു. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. കാലാവസ്ഥ വലിയ പ്രതികൂലമല്ലായിരുന്നു. ഈവൻ ദോ ഇറ്റ്സ് എ റെയിനി സീസൺ. കുറേയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് പഴയ വീട്ടിലും പുതിയ വീട്ടിലുമായിട്ട് ഇപ്പോഴും സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ. ബിക്കോസ് നമ്മുടെ നല്ലത് എപ്പോഴും നമ്മളെക്കാൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് അവരായതുകൊണ്ട് തന്നെ ആയിരിക്കണം. ആൻഡ് എൻ്റെ ചാച്ചൻ്റെ ഫാമിലി സൈഡിൽ നിന്ന് എനിക്ക് കുറേ, അവരൊരിക്കലും നമ്മളെങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഒരിക്കൽ പോലും പ്രോപ്പറായിട്ട് ഇൻവൈറ്റ് ചെയ്യില്ല. കമോൺ വന്ന് നിൽക്കൂ എന്ന്. ഒരാൾ ഭയങ്കര ഡിസ്റ്റൻസിലാണ്. ഈവൻ ദോ ദേ ഡോണ്ട് ഹാവ് ടൈം ടു പിക്കസ്. ഒരിക്കലും ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് സമയമില്ല. എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഞാൻ അവരെ ബുദ്ധിമുട്ടിച്ചില്ല. ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാറായി. അപ്പോൾ ഞാൻ തനിയെ പോയി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് വന്നു. ആൻഡ് അതർ ബ്രദർ നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ പോകുമ്പോൾ ഒരു പേടിയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം താഴ്ത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ ചീത്തയാവുമോ, അവർ വഴക്കിടുമോ. ഇറ്റ്സ് ലൈക്ക് എ ജയിൽ. നമുക്കൊട്ടും സേഫായിട്ട് ഫീൽ ചെയ്യില്ല. ഓക്കെ, ഇതൊക്കെ ഇവരുടെ കസിൻസാണ് കേട്ടോ. ജിബിനെ കുറിച്ച് പറയാനെന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ കസിൻസിൽ ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര കൂൾ. നമ്മളിങ്ങനെ ടീസ് ചെയ്തുകൊണ്ടിരിക്കും ലൈക്ക് ഫ്രണ്ട്സ്. അടിപൊളിയാണ്. അപ്പോൾ അതെ, ഫുഡൊക്കെ ബിരിയാണിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ നല്ല വയൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഞാൻ അവനെ കഴിക്കും മോനെ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന സീൻസാണ് അതിൻ്റെ ഇടയിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മളും പതുക്കെ ഗസ്റ്റൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിച്ചു. പിന്നെ ശ്രീലുവിനെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ കാണിക്കുന്ന കുറേ കോപ്രായങ്ങളാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആൻറ്റിയമ്മയുടെ നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സ്റ്റാഫ് ആണ്, ആൻറ്റിയുടെ കളീഗ്സാണ്. അവർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സോണിയ സിസ്റ്റർ, ബാക്കി ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും പേരൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, അവരുടെ സപ്പോർട്ട്, അവർ വന്നിട്ട് എന്താ പറയുക, അവരുടെ ആ ലവ്, അവരുടെ എന്താ പറയുക, അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇറ്റ്സ് മീൻസ് എ ലോട്ട് എന്ന് തന്നെ പറയണം. ആൻറ്റി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ വി ഹാഡ് എ ഗ്രേറ്റ് ചാറ്റ് വിത്ത് എവരി വൺ. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്കിളും ടിറ്റിയും കൂടെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഐ മിസ്ഡ് മൈ ഡാഡ് ഓൾസോ ബിക്കോസ് വി വർ ഓൾസോ ക്ലോസ് ഫ്രണ്ട്സ്. ആൻഡ് അവർ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു, എല്ലാവർക്കും സന്തോഷമായി. ബിക്കോസ് ആൻറ്റി എപ്പോഴും പ്രാർത്ഥിക്കുന്നതും സങ്കടപ്പെടുന്നതൊക്കെ കാണുമായിരുന്നു, ഒരു വീട് വേണമെന്നുള്ളത്. അപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ദേ ആർ ഓൾസോ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ദേ ആർ ഓൾസോ ഹാപ്പി. എന്താ പറയുക, നമുക്കൊരു നല്ല കാര്യം വരുമ്പോഴത്തേക്കും നമുക്ക് പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടമുള്ളവരും ആത്മാർത്ഥതയുള്ളവരും അവർക്കും ഹാപ്പിനെസ് ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി. അതൊക്കെ അവരുടെ എല്ലാവരുടെയും ഫേസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുമായിരുന്നു കേട്ടോ. ആൻഡ് ആഫ്റ്റർ ഓൾ ദിസ് എന്താ പറയുക, വിസിറ്റേഴ്സ് ആൻഡ് ഗസ്റ്റ്, ഞങ്ങൾ പതുക്കെ ചെറുതായിട്ട് ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കി, അങ്ങനെ വർത്താനം പറഞ്ഞു. ഇതിപ്പം ഡിന്നർ ടൈമാണ് കേട്ടോ. എഗെയിൻ ജിബി ഈസ് മൈ ടാർഗറ്റ്. ഞാൻ അവനെ ഇങ്ങനെ കളിയാക്കി കൊല്ലുകയാണ്. ആൻഡ് കോൺവെർസേഷൻ നമുക്ക് കുറച്ച് ലിസൺ ചെയ്യാൻ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. മിസ്സിങ് ദോസ് ഫ്യൂ പീപ്പിൾ, കുറച്ച് ആൾക്കാരെ, ടിൻഡു, ലൂക്കു, ചാച്ച എന്നുള്ളവരെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ നൈസ് ഡേ. ഇതിന് 4 കസേര ഉണ്ടായിരുന്നത്, അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട കാല് വെക്കാൻ പറ്റില്ലാത്തോണ്ട് ഇവിടെ ഇരുന്നോണ്ട് അതുകൊണ്ട് എന്റെ ഹണിമൂൺ കൊളാക്കാൻ വരല്ലത്. ആര് ജീപ്പ് കത്തിച്ച്? ജീപ്പ് കത്തി, പോലീസ് ജീപ്പ് കത്തിച്ചാ? അങ്ങനെ ഞങ്ങള് അവിടെ കൈപോലും പഴയ കാലം ഓർത്തെടുത്ത കേട്ടോ. 3.5 വയസ്സുള്ള ഞാൻ അവരുടെ ഹണിമൂൺ കൊണ്ടുവാക്കിയ കഥകളൊക്കെ പറഞ്ഞു. ഇത് അടുത്ത ദിവസം മംഗളിൻ്റെ കുറച്ച് ബെസ്റ്റ് ക്ലോസ് ഫ്രണ്ട്സ് വീട് കാണാൻ വന്നതാണ് കേട്ടോ. ഹൗസ് വാമിങ്ങിന് വരാൻ പറ്റാഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു വീടും ഞങ്ങളുടെ കൊച്ചു ഫാമിലി. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.